ഇടങ്ങളുടെ ധ്യാനമാണ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിൽ ആയിരിക്കേണ്ട ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ എപ്പോഴും അവന് സ്വന്തമാണ്. ഇടങ്ങളിലായിരിക്കുമ്പോൾ അവർ വളരെ സേഫായി, വളരെ കംഫർട്ടബിളായ ഇടങ്ങളിലായിരിക്കുന്നു എന്നാണ് പലപ്പോഴും അവൻ വിചാരിക്കുന്നത്. എന്നാൽ ഈ നോമ്പ് നാം ആയിരിക്കുന്ന ഇടങ്ങളുടെ സ്റ്റെബിലിറ്റി, അതിന്റെ സുസ്ഥിരതയെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ളൊരു സമയമാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആയിരിക്കേണ്ട ഇടങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ നോമ്പ്. അങ്ങനെയാണെങ്കിൽ നാം ഓരോ ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോഴും അത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതാകട്ടെ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നതാകട്ടെ, അന്ധന്റെ കാഴ്ചയുടേതാകട്ടെ, നമ്മുടെയും ആയിരിക്കുന്ന ആ ഇടങ്ങളിൽ, അതിന്റെ തളർവാദത്തിന്റെ ഇടമാണെങ്കിൽ അവിടെ നിന്നുള്ള മോചനമായി, അതിന്റെ അന്ധതയുടെ ഇടമാണെങ്കിൽ അവിടെ നിന്നുള്ള മോചനമായി, അതിന്റെ കുഷ്ഠത്തിന്റെ ഇടമാണെങ്കിൽ അവിടെ നിന്നുള്ള മോചനമായി, അങ്ങനെ ആ സത്യാനുഭവത്തിലേക്ക് കടന്നു വരുന്ന